ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തെ ചുരുക്കി എഴുതാൻ പറ്റിയ ഏറ്റവും നല്ല വാക്ക് ലവ്, സാക്രിഫൈസ് ആൻഡ് ഫിഡലിറ്റി ടിൽ ഡെത്ത്. രക്തസാക്ഷിയും വലിയ ദൈവശാസ്ത്രജ്ഞനുമാണ് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. നമുക്കറിയാം, അന്ത്യോക്യ നിസാര സ്ഥലമല്ല. തിരുസഭയ്ക്ക് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് അന്ത്യോക്യ. ഒരുപക്ഷെ ഇന്ന് റോം നമുക്ക് എത്ര പ്രാധാന്യമുണ്ടോ അതിനോടൊപ്പമോ അതിനേക്കാൾ ഉപരിയോ പ്രാധാന്യത്തോടെ ആ കാലത്ത് കണ്ടിരുന്ന ഇന്നും നമ്മൾ കാണേണ്ട ഒരു സ്ഥലമാണ് അന്ത്യോക്യ. എന്താ അന്ത്യോക്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത? അന്ത്യോക്യയിലാണ് ഈശോയിൽ വിശ്വസിച്ചവരെ ആദ്യമായി ക്രിസ്ത്യാനികളെന്ന് വിളിക്കാൻ തുടങ്ങിയത്. പത്രോസാണ് അന്ത്യോക്യയുടെ ആദ്യത്തെ ബിഷപ്പ്. പത്രോസിന് ശേഷം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ബിഷപ്പായി കരുതപ്പെടുന്ന ആളാണ് സെയിന്റ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്യ. അന്ത്യോക്യയിൽ നിന്ന് അദ്ദേഹത്തെ ചങ്ങലകളാൽ ബന്ധിച്ച് റോം വരെ കൊണ്ടുപോയി റോമിൽ ആംഫി തിയേറ്ററിൽ ഈ വന്യജീവികൾക്ക് ഇട്ടുകൊടുത്ത് ആ വന്യജീവികളാൽ കടിച്ചു കീറപ്പെട്ടാണ് സെയിന്റ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക് രക്തസാക്ഷിത്വം വരിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ നമ്മളിങ്ങനെ കാച്ചി കുറുക്കി പറഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ: സ്നേഹം, സമർപ്പണം, മരണം വരെ മിശിഹായോടുള്ള വിശ്വസ്തത. അങ്ങനെ ചുരുക്കി എഴുതാൻ നമുക്ക് ഒരു പക്ഷേ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തെ ചുരുക്കി എഴുതാൻ പറ്റിയ ഏറ്റവും നല്ല വാക്ക് ലവ്, സാക്രിഫൈസ് ആൻഡ് ഫിഡലിറ്റി ടിൽ ഡെത്ത്. സ്നേഹിച്ചു, ഈശോയെ സ്നേഹിച്ചു, ഈശോയ്ക്കായി സ്വന്തം ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചു, മരണം വരെ നാഥനോട് വിശ്വസ്തത പുലർത്തി. സുവിശേഷത്തോട്, സുവിശേഷത്തിന്റെ നാഥനോട് വിശ്വസ്തത പുലർത്തിയ ജീവിതമാണ് സെയിന്റ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക്. അദ്ദേഹം ഈ അന്ത്യോക്യയിൽ നിന്ന് റോമിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയില്ലേ? ആ കൊണ്ടുപോകുന്ന വഴിക്ക് അദ്ദേഹം സഭകൾക്ക്, മെത്രാനാന്ന് ഓർക്കണം, അപ്പോൾ ഓരോ സ്ഥലത്തെ കൂട്ടായ്മകൾക്ക്, ക്രിസ്തീയ കൂട്ടായ്മകൾക്ക് കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. 7 letters of Saint Ignatius of Antioch എന്ന പേരിൽ അത് പ്രശസ്തമാണ്. ഓരോ സഭകൾക്കുമുള്ള നിർദ്ദേശം, തിരുസഭയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട്, ഡീക്കന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ച്, പുരോഹിത ശുശ്രൂഷയെക്കുറിച്ച്, മെത്രാന്റെ ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ ക്ലാരിറ്റിയുള്ള ഒരു വിശുദ്ധൻ, ഒരു മെത്രാനായിരുന്നു സെയിന്റ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക്. നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് നിത്യതയുടെ ഔഷധമാണ്, എ മെഡിസിൻ ഫോർ ഇറ്റേണിറ്റി. അങ്ങനെ വിശേഷിപ്പിച്ചത് സെയിന്റ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്കാണ്. വിശ്വാസ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആരെങ്കിലുമൊക്കെ വിശ്വാസം കൈവിട്ടു പോകുന്നു, ബോധപൂർവമല്ല, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കർത്താവിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന്, തിരുവചനത്തിൽ നിന്ന് നമ്മളെ അറിഞ്ഞോ അറിയാതെയോ അകറ്റിക്കളയുന്ന ഒരു കാലത്ത് വിശ്വാസത്തെ തള്ളിപ്പറയാതിരിക്കാൻ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഈ സെയിന്റ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്കിന്റെ ശക്തിയേറിയ മാധ്യസ്ഥ്യം തുണയാകട്ടെ എന്ന് ഈ ദിവസം പ്രാർത്ഥിക്കണം.